എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പേ അത് റിലീസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. നമുക്കിപ്പോൾ മലയാളത്തിൽ ഈ ഒരു പാറ്റേണിലുള്ളൊരു ഹൊറർ പടങ്ങളൊന്നും അധികം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സീൻ ബൈ സീനായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് നല്ല ഫിലിമായിരുന്നു, നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഇടക്കാലങ്ങളിൽ കണ്ടതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പേ അത് റിലീസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു. കാരണം കുട്ടികൾക്കൊക്കെ വരാനായിട്ട്, കാരണം കുറേ കുട്ടികളുണ്ടല്ലോ, കുട്ടികളുടെ ഇത്രയും കുട്ടികളുള്ള ഒരു ഫിലിം ഈ അടുത്ത കാലത്തൊന്നും വന്നില്ല. പിന്നെ പറയേണ്ടത് ഫോട്ടോഗ്രാഫി, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൻ്റെ ശബ്ദ നിയന്ത്രണമൊക്കെ ഭയങ്കര രസമായിരുന്നു. പൊതുവേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം പോലും ലാഗ് ചെയ്തിട്ടില്ല. അടിപൊളി ഫിലിം. പടം കുഴപ്പമില്ല. ആക്ച്വലി നമുക്കിപ്പോൾ മലയാളത്തിൽ ഈ ഒരു പാറ്റേണിലുള്ളൊരു ഹൊറർ പടങ്ങളൊന്നും അധികം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. ഹൊറർ മാത്രമല്ല, കുറച്ച് കോമഡി എലമെൻസും ഉണ്ട്. പിന്നെ മൊത്തം എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും സ്കോർ ചെയ്തേക്കുന്നത് ദേവനന്ദ തന്നെയാണ്. ദേവനന്ദയും പിന്നെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കുഞ്ഞുകുട്ടി ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് സ്കോർ ചെയ്തേക്കുന്നത്. ഒരുപാട് സീൻസ് ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാൻ ഒരുപാടുണ്ട്. ആക്ച്വലി ദേവനന്ദയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്നും ഇത്രയും ഒരു പെർഫോമൻസ് വാവ് ഫാക്ടർ ഒക്കെ ഉണ്ട് പടത്തിൽ. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. നമുക്ക് എന്താ പറയുക, സാമാന്യ ഒരു ഡീസൻറ്റ് മൂവി എന്ന് പറയാം. ഹൊറർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഇതിൻ്റെ BGM ഒക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഹൊറർ എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ കുറച്ച് കോമഡി എലമെൻസും ഉണ്ട്. ടിപ്പിക്കൽ ഹൊറർ മാത്രമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫണ്ണി എലമെൻസും കൂടെ ഉള്ള ഒരു പടമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് വർക്കാവുന്ന ഒരു പടമായിരിക്കും. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫുള്ളി എന്താ പറയുക, വിഷ്വൽ നല്ല രീതിയിൽ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. നല്ല പടമാണ്. മണിമ്പിള്ള രാജുവിൻ്റെ മോൻ നൈസായിട്ട് നിരഞ്ജൻ കുറച്ച് അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കോമഡി ജോണറിൽ നൈസായിട്ട് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. പിന്നെ പടം കൊള്ളാം, ഓരോ കൊള്ളാം. അവര് കോമ്പിനേഷൻ ഓൾറെഡി മാളിപ്പുറ കണ്ടാണല്ലോ. അപ്പോൾ പിന്നെ ഇതിലും അത് പ്രത്യേകിച്ചൊന്നുമില്ല, അടിപൊളിയായിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. മൂവി നന്നായിരുന്നു. എടുത്തു പറയാനുള്ളത്, നമ്മളുടെ ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ക്യാമറയും സൗണ്ട് എഫക്റ്റുമാണ്. നമ്മുടെ ഗുളികൻ എന്നുള്ള കഥാപാത്രത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിരുന്നു. പിന്നെ കുട്ടികളെല്ലാം മാളികപ്പുറത്തിൻ്റെ ടീമും എല്ലാം കൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല സിനിമയാണ്. ശരിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഓരോ സീൻ ബൈ സീനായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഇങ്ങനെ കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. ആ കഥകളിൽ അത്ര നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഒരു പുതിയ സംവിധായകനാണത് എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഭയങ്കര നന്നായിട്ടുണ്ട്. കുട്ടികളെയൊക്കെ ശരിക്കും കാണിക്കാൻ പറ്റുന്ന കഥയാണ്. അതുപോലെ ഈ ഫാൻറ്റസിയും മറ്റേതുമൊക്കെ ആയിട്ട് നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകൾ ഇതിൽ കാണാൻ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ രസകരമാണത്. നന്നായിട്ടുണ്ട്.